എല്ലാവരും വായോ. കണ്ണിമാങ്ങ ഉണ്ടോ? കണ്ണിമാങ്ങ ഞാൻ പറിച്ചുകൊണ്ടുവന്ന വീഡിയോ ഇട്ടായിരുന്നല്ലോ, കാണിച്ചല്ലോ അല്ലേ? കണ്ണിമാങ്ങ കണ്ടപ്പോൾ മണിയുടെ പാട്ട് പാടാൻ തോന്നി കേട്ടോ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമായി നേടി പുന്നാരേ, മാമ്പഴമായി നേടി. സമയമില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോട്ടാം. കണ്ണിമാങ്ങ അച്ചാറിടാൻ തുടങ്ങിക്കോട്ടോ. നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ ഇടണം. കടുക് ഉലുവ ഇടണം കേട്ടോ. ആവശ്യത്തിന് കടുക്, 1 സ്പൂൺ കടുകും ആവശ്യത്തിന് കടുകും പിന്നെ ഉലുവ ഇടണം കേട്ടോ. ആവശ്യത്തിന് കടുക് ഉലുവ ഇടണം. ഓക്കെ. പൊട്ടിക്കഴിയുമ്പോൾ അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം ഞാൻ ആ നേരം കൊണ്ട് കാണിക്കാം. പൊട്ടുമ്പോഴത്തേക്ക് കേട്ടോ. ചുമന്നുള്ളി അരിഞ്ഞത് വേണം. ചുമന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് വേണം. ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കാന്താരി. ഞാൻ പച്ചമുളകിന് വരം ഇങ്ങനെ ഉപ്പിലിട്ട കാന്താരി അച്ചാറിലിട്ടാൽ, ഉപ്പിലിട്ടതിട്ടാലുണ്ടല്ലോ നമുക്ക് കൊളസ്ട്രോൾ കുറയും. അച്ചാറിനൊക്കെ ഏറ്റവും നല്ലതാണ് കാന്താരി കേട്ടോ. നമ്മൾ മറ്റു പച്ചമുളക് അരിഞ്ഞിരുന്നാലും നല്ല എരിവ് ആവശ്യത്തിനുള്ള, അതിനാണ് എരിവ് ഒരുപാട് വരാതിരിക്കാനും ഞാൻ ഉപ്പിലിട്ടിരിക്കണം കേട്ടോ. ഇനി അടുത്തതിലോട്ട് നമ്മൾ ഉള്ളി ഇടണം. ചുമന്നുള്ളി ഇടണം, പിന്നെ വെളുത്തുള്ളി ഇടണം. ഒന്ന് മുരിഞ്ഞോട്ടെ കേട്ടോ. ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, അതിന് നമ്മൾ ഈ കടുമാങ്ങ അച്ചാറെന്ന് പറയുമ്പോൾ കുറേ നാൾ ഇരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒട്ടും പാടില്ല. മാങ്ങ കഴുകി തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അംശം വന്നാൽ അത് ചീത്തയാവും. ഈ കടുമാങ്ങയൊക്കെ വർഷങ്ങളോളം ഞങ്ങളുടെ അമ്മയൊക്കെ ഇടും. ഞാനൊക്കെ ഒരു കൃഷി വീട്ടിലായിരുന്നു. ഒത്തിരി പണിക്കാരുള്ളതാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഈ മകരത്തിലൊക്കെ കൊയ്ത്ത് സമയമാണ്. ഈ കൊയ്ത്ത് സമയത്ത് ഇപ്പോഴല്ലേ മെഷീനൊക്കെ അന്നൊക്കെ ഒത്തിരി പണിക്കാരുണ്ട്. അവർക്ക് കൊടുക്കാൻ അമ്മയൊക്കെ നമ്മളിപ്പോൾ ഷോയ്ക്ക് വെക്കണം വലിയ ഭരണിയില്ലേ, ആ ഭരണിയിലൊക്കെ 3-4 ഭരണിയൊക്കെ ഇട്ട് വെക്കും പണിക്കാർക്ക് കൊടുക്കാൻ. അപ്പോൾ ഈ കടുമാങ്ങ, പിന്നെ മാങ്ങ എരിഞ്ഞ മാങ്ങാക്കറി, അതൊക്കെയാണ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് മീനം മേടാകുമ്പോഴത്തേക്കും നടീലുകാരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒത്തിരി കളക്ട് ചെയ്യുക. അതൊക്കെ ഞങ്ങൾ കണ്ട് വളർന്ന കുട്ടിക്കാലത്ത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒത്തിരി കണ്ടിരുന്നു. അമ്മയൊക്കെ അമ്മ മാങ്ങ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ തുടയ്ക്കാനായിട്ട് ഇരുത്തും. അമ്മ കാണാതെയൊക്കെ കുറച്ചൊക്കെ തിന്നും. അങ്ങനെയൊക്കെ ഒരു രസം. ആ കാലമൊക്കെ ഇന്ന് ഓർക്കുമല്ലേ ഇതുണ്ടാക്കി. ഭയങ്കര ആ മാങ്ങയുടെ ടേസ്റ്റ്, ആ കറിയുടെയൊക്കെ ഇപ്പോഴും നാവിലുണ്ട് കേട്ടോ. ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. അതാ ഇനി അടുത്തത് കാന്താരി ഇടണം. കാന്താരി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും വഴറ്റി വരട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഈ വേപ്പില ഇടണം. ആവശ്യത്തിന് വേപ്പില. ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടിയേക്കാം. ഒത്തിരി കൂട്ടിയാൽ കരിഞ്ഞു പോകും കേട്ടോ. നല്ലോണം മൊരിഞ്ഞു. മാങ്ങ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക. ഇപ്പം ഇത്തിരി മുമ്പ് പറഞ്ഞ മാങ്ങ അരമണിക്കൂറായുള്ളൂ ഞാൻ പറിച്ച് വെച്ചിട്ട് കേട്ടോ. നല്ല ഫ്രഷ് മാങ്ങ. ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കാണിക്കുന്ന വേണ്ടിയാണ്. പിന്നെ ഇനി നമുക്ക് അതിനകത്തേക്കുള്ള പൊടികളൊക്കെ ഇടാം. മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. 1 സ്പൂണല്ല, അത്രയും മാങ്ങയ്ക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടണം കേട്ടോ. എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇതിനായിട്ട് പിന്നെ
കുറച്ച് കാന്താരി പൊടിച്ച് വെച്ചായത് കണ്ട കാന്താരി. അപ്പം ഇച്ചിരി എരിവ് കിട്ടാനായിട്ടാണ്. അതിനകത്ത് കാന്താരി ഉണക്കി പൊടിച്ചാട്ടോ. അത് ഇത്തിരി നല്ല കൊളസ്ട്രോളൊക്കെ ഇല്ലാതിരിക്കും. നമ്മൾ ശരീരത്തിന് കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ലതാണ് കാന്താരി പൊടിച്ചത്. പിന്നെ ഇതിലേറ്റവും അത്യാവശ്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഉലുവാപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണം. അത് നമ്മൾ കുറച്ച് 1 സ്പൂണാണ് വേണ്ട, ഞാനിങ്ങനെ ഇട്ട ഏറ്റവും കൂടുതൽ. പിന്നെ കായപ്പൊടി ഉലുവാപ്പൊടിയാണ് ഈ അച്ചാറിൻ്റെ മെയിൻ ഇത് കേട്ടോ. കായപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ഇടണം കേട്ടോ, ആവശ്യത്തിന് ഇടണം. തീ കുറക്കണം. ഇനി നമുക്കതിലൊക്കെ ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കണം. വിനാഗിരിയുടെ കഥ ഞാൻ പറയട്ടെ. ഇത് ഒറിജിനൽ വിനാഗിരിയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഒറിജിനൽ വിനാഗിരി. ഇത് കള്ളുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, കള്ളിൽ ഉണ്ടാക്കിയെടുത്ത വിനാഗിരിയാണ്. ഞാൻ 2 മാസം കള്ള് കുറച്ച് നാട്ടിൽ നിന്ന് കിട്ടിയിട്ട് അത് വെച്ചിട്ട് വിനാഗിരിയാക്കി. ഇതൊക്കെ ഞാൻ അമ്മ പഠിപ്പിച്ചു കണ്ട. ഞങ്ങളുടെ കുഞ്ഞുനാളിൽ വീട്ടിൽ കള്ള് ചെത്തുണ്ടായിരുന്നു. തെങ്ങ് പനിയൊക്കെ ചെത്തുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം കള്ളി എത്താൻ ചോം വരും. അന്നേരം ഞങ്ങൾ അമ്മ എടുത്ത് വെക്കും. അതിലും തെളിഞ്ഞ കള്ള് കുറച്ച് അവർ കൊണ്ടുപോയിട്ട് ബാക്കി തരും. തെളിഞ്ഞ കള്ള് എൻ്റെ ഫാദറിന് കൊടുക്കും. ബാക്കി ഇങ്ങനെ വിനാഗിരി ഉണ്ടാക്കാൻ ഭരണി നിറച്ച് വയ്ക്കും. അത് 2-3 ദിവസം കഴിയുമ്പോൾ തെളിഞ്ഞ് അതിങ്ങനെ വിനാഗിരി ആവും കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ഇത് ഒറിജിനൽ വിനാഗിരി ഉണ്ട്, പുളി കൂടുതലുണ്ടാവും. ഇനി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇടണം. ഉപ്പ് ഇത്രയും ഇടേണ്ടി വരും. വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പിടണം. ഇനി വെള്ളം ഒന്ന് തിളച്ചേക്കട്ടെ കേട്ടോ. വിനാഗിരിയും വെള്ളവും കൂടി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം എവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കായത്തിൻ്റെയും ഉലുവയുടെയും വിനാഗിരിയും കൂടിയൊക്കെ വന്നപ്പോൾ നല്ല മണം. വിനാഗിരി വാങ്ങാൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റ് വെള്ളത്തിൽ കലക്കിയാണ് അവർ സെയിൽ ചെയ്യുന്നത്. ശരിക്കും ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതൊക്കെ കുടിച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കിയ സൈഡ് എഫക്റ്റ് വരില്ല. ഇറച്ചിക്ക് ഏറ്റവും നല്ലതാണ്. ബീഫിനും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വിനാഗിരി ഒഴിച്ചുണ്ടാക്കിയല്ലേ ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാക്കി ഈ വിനാഗിരിക്ക്. അതാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയ ഇപ്പം കള്ളൊക്കെ കിട്ടാൻ പാടല്ലേ. ഞാൻ ചെറിയ കുട്ടിക്കാലത്തെ കറിയൊന്നും പറഞ്ഞതാണ്. ശരിയാണ്. ഇത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ മാങ്ങേനെ ഇടണം. കണ്ണിമാങ്ങ അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ വലുത് കേട്ടോ. അത് ചെറിയ കണ്ണിമാങ്ങ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ ഈ മാങ്ങ ഒന്ന് ഇടണം. മാങ്ങ ഞെട്ടോടുകൂടി ഞാൻ കഴുകി തുടച്ച് വെച്ചതാട്ടോ. ഞെട്ടൊരു കൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കണം. ഞെട്ടിങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് ഇതിലോട്ട് ഇടണം. തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് പെറുക്കിയിടണം. പെട്ടെന്ന് ഈ കടുമാങ്ങയൊക്കെ ഇടാൻ പെട്ടെന്ന് ഈസി കുക്കിങ്ങാണ്. പിള്ളേർക്കൊന്നും അറിയില്ല കണ്ണിമാങ്ങ എങ്ങനെ ഇടുന്നത്, കടുമാങ്ങ ഇടുന്നത്. കടുമാങ്ങ എന്താണെന്ന് പോലും പിള്ളേർക്ക് അറിയില്ല. പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഫുഡൊക്കെ എല്ലാം ടെക്നോളജി വളർന്നപ്പോൾ അവർ ഫോണിൽ ടച്ച് ചെയ്താൽ എല്ലാം വീട്ടിൽ വരും. എല്ലാം ഓൺലൈനാണല്ലോ. അതുകൊണ്ട് അവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ വിവരം ഉണ്ടാവില്ല. അതൊന്ന് കാണിച്ചു മാത്രമേ ഉള്ളൂ. ഉണ്ടാവും. ഇതാണ് കണ്ണിമാങ്ങ അച്ചാറ്. ഇത് നാട്ടുമാങ്ങ കേട്ടോ. നാട്ടുമാങ്ങ ആയതുകൊണ്ട് ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒന്ന് വാടിയാൽ മതി, വേവരുത്. വെന്താൽ പെട്ടെന്ന് ചീത്തയാണ്. നമ്മളൊന്ന് വാട്ടിയെടുക്കാവുള്ളൂ. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്കിരിക്കാം. ഇത് പൊട്ടിച്ച്
അല്ലെങ്കിൽ ഒരു കഷ്ണമായിട്ടും കഴിക്കാം, ഒരു മാങ്ങയായിട്ടും കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. കഞ്ഞി കുടിക്കാനോ ചോറ് കഴിക്കാനോ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനോ ഒക്കെ നല്ലൊരു പിക്കിളാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇനി നല്ലൊരു വീഡിയോയിലേക്ക് ഞാൻ വരാം. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ, വേറെ പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അത് നമ്മളൊരു ടിപ്സാണ്. മധുരം ബാലൻസ്, ഒരു തുള്ളി പഞ്ചസാര ഇടുന്നത് ഇങ്ങനെ. പിന്നെ അതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യും കേട്ടോ. എരിവ് ബാലൻസ് ചെയ്യണം. ആ പഞ്ചസാരയും കൂടെ വരുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. തൊട്ട് നോക്കട്ടെ കേട്ടോ. വളരെ ടേസ്റ്റ്. ഇത്തിരി പുളി കുറവുണ്ട്, വിനാഗിരി ഇത്തിരിയും കൂടി ഒഴിക്കാം കേട്ടോ. കുടി വെക്കട്ടെ. ഇത്രേ ഉള്ളൂ. ഇതാണ് കടുമാങ്ങ. ഓക്കെ, വീണ്ടും കാണാട്ടോ. ബായ്. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇനിയും വീണ്ടും വരാം. നല്ല ട്രഡീഷണൽ ഫുഡുമായിട്ടോ. ജങ്ക് ഫുഡൊന്നുമല്ല, ട്രഡീഷണൽ ഫുഡ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചൈനീസ് ഫുഡൊക്കെ ഞാൻ കാണിക്കും. അതല്ലേ പിന്നെ എന്താ വീഡിയോ അല്ലേ. ശരി എന്നാൽ ഓക്കെ, ബായ്.